ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹൈറിച്ച് തകരാനുള്ളത് തകരും. കാരണം എന്താ വെച്ചാൽ ഹൈറിച്ച് ഒരു പോൺസി സ്കീമാണ്, അല്ലെങ്കിൽ ഒരു മണി ചെയിൻ ആണ്. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് തകരാനുള്ളതാണ്. ഞാൻ എൻ്റെ വീഡിയോയോട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇതിൽ നിന്ന് ചേരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈസയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിലും ഈ അർജുനും മുരളീധരനും വത്സലിനും ഒക്കെ കൊടുത്തിട്ടുള്ള കേസ് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അത് വെച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടും ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഫിനാൻഷ്യൽ ബ്ലോഗർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിർവഹിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് ഒരു ബുദ്ധിമുട്ട് വെച്ച് പുലർത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന 2 ഇൻസ്റ്റൻസുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവർ ചെയ്തിട്ടുള്ള അക്രമങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലുള്ള 2 പേരാണ് ഈ അടുത്ത് തന്നെ വിളിച്ചത്. കുറേ പേര് വിളിച്ചിട്ടുണ്ട്, പക്ഷേ 2 പേരുടെ കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു സ്ത്രീയാണ്. അവർ വിധവയായിട്ടുള്ളൊരു സ്ത്രീയാണ്. 2 മക്കളാണുള്ളത്. ആകെ താമസിക്കുന്ന ഒരു 3 സെന്റ് ഒരു വസ്തുവിലാണ്. ആ വസ്തുവിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ഹൈറിച്ചിൻ്റെ കോട്ടിട്ട മുതലാളിമാർ വന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രലോഭനത്തിൻ്റെ പുറത്ത് ഇവർ ഈ 5 ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു ബാങ്കിൽ പണയം വെച്ചു. ഈ 5 ലക്ഷം രൂപ കൊണ്ട് ഹൈറിച്ചിലിട്ടു. 3-4 മാസമേ ആയിട്ടുള്ളൂ ഇവർ ജോയിൻ ചെയ്തിട്ടു. എല്ലാ മാസവും പൂൾ ഇൻകം ഒക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവർ ആൾക്കാരെ കുറച്ച് പേര് ചേർത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50,000-60,000 രൂപയ്ക്ക് അടുത്തൊക്കെ ഇവർക്ക് ടോട്ടൽ വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ഇത് എന്താ സംഭവിക്കുക എന്നറിയാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, 99% നിങ്ങളുടെ പൈസ ലോക്കാവുകയോ അല്ലെങ്കിൽ പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. ഇതൊരു മണി ചെയിനാണ്. ഇവരെന്തൊക്കെ പറഞ്ഞാലും, ഇവർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇവർക്ക് OTT ഉണ്ട്, ഇവർക്ക് ക്രിപ്റ്റോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും കിട്ടുന്ന 10,000 രൂപയിൽ 5,500 രൂപയോളമൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ആളുകൾക്ക് കൈമാറിപ്പോയിട്ടുണ്ട്. ബാക്കി 4,500 രൂപയുടെ ആക്ടിവിറ്റിയെ ഇവിടെ നടക്കുന്നുള്ളൂ. അത് നടക്കുന്നുണ്ടോ എന്നുള്ളതിന് സംശയമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പരമാവധി നല്ല കാര്യം എന്ന് പറഞ്ഞെങ്കിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ 2ാമത്തെ ദിവസം പിന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു പൈസ പോലും ഇനി കിട്ടില്ല എന്നാണ് ലീഡർ പറഞ്ഞത്. ഞാനതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ തീരുമാനമാണ്. അതാണ് ഒരു ഇൻസ്റ്റൻസ്. അവർ ഈ പൈസ കിട്ടാതായി അവരെന്ത് ചെയ്യും? അവരുടെ കിടപ്പാടം പോകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ് തീരുമാനമായി അല്ലേ? അതുപോലെ ഇനി അവർ മുന്നോട്ട് എന്ത് ചെയ്യും? 2ാമത്തെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ഭീകരമാണ്. 7-8 വർഷം ഗൾഫിലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബ് ചെയ്തുകൊണ്ട് ഒരു 20 ലക്ഷം രൂപ സമ്പാദിച്ചിട്ട് ഒരാൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനായിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഈ 20 ലക്ഷം രൂപ അദ്ദേഹം തിരിച്ചെത്തി 1 മാസത്തിനുള്ളിൽ ഈ ഹൈറിച്ചിൻ്റെ കോട്ടിട്ട മുതലാളിമാർ പ്രലോഭിപ്പിച്ചിട്ട് ആ പൈസ മേടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ID എടുപ്പിച്ചു. 20 ലക്ഷം രൂപ കൊണ്ട് ID എടുപ്പിച്ചു. 200 ID പൈസയൊക്കെ കിട്ടി. അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 4-5 ഇരട്ടി ഒക്കെയല്ലേ കിട്ടുന്നത്. വളരെ സുഖമായിട്ട് കാര്യങ്ങൾ പോയി. കാര്യങ്ങൾ ഇതുവരെയും വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാതെ പോയി. പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ വീട്ടിലേക്ക് കാശില്ല. കാരണം എന്താ? ഹൈറിച്ച് പൂട്ടിക്കെട്ടി എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യം തന്നെ. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, പൈസ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. പൈസ കിട്ടാൻ മാർഗം വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഉത്തരം പറയാൻ പറ്റിയത്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ കൊണ്ടുവന്ന് പെടുത്തിയതാണ് ഇവർ. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ അറിവില്ലായ്മയോ നിങ്ങൾ കുറച്ചുകൂടെ ലാഭം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ പെടുത്തിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് വിളിക്കും? ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റുകളായിട്ട് തെറിയും ശാപവും ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ തെറിയും ശാപവും ഒക്കെ വിളിക്കേണ്ടത് ആരെയാ? നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്തിയ ആളെയാണ് വിളിക്കേണ്ടത്. അല്ലാതെ നമ്മളെ വന്ന് വിളിച്ചിട്ട് യാതൊരു വിധ കാര്യമില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാനിതിപ്പോൾ ഈ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഹൈറിച്ച് പൊട്ടും എന്നുള്ളത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് ഈ പ്രതാപൻ എന്ന് പറഞ്ഞ ആൾക്കും ശ്രീനാഥ് എന്ന് പറഞ്ഞ ആൾക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്.
അയാൾ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ കൂടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള മഹാന്മാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. രാജാവിനും മന്ത്രിക്കും പ്രിൻസ് ഓഫ് ഹൈറിച്ചിനും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവരൊക്കെ പഠിച്ച കള്ളന്മാരാണ്. മനസ്സിലായോ? അപ്പോ അറിവില്ലാത്ത ആളുകൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെയാണ് നടക്കുന്നത്. വളരെ മികച്ച ഒരു ട്രെയിനിങ് കേപ്പബിലിറ്റിയും സംസാരിക്കാൻ കേപ്പബിലിറ്റിയൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ ഇവരുടെ ആളുകൾ. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഫേസ്ബുക്ക് ചാനലുകളിലായാലും ഇവർ വന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ വളരെ മണിയായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്. വളരെ മികച്ച രീതിയിൽ ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. അത് സമ്മതിച്ചാൽ മതിയാവും. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് പൈസ ഇട്ടു പോകും. കടം മേടിച്ചാലും പൈസ ഇടും എന്നുള്ള രീതിയിലുള്ള വളരെ മികച്ച ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ആളുകൾ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ മെമ്പർമാര് ചെതറിപ്പോവാതിരിക്കാൻ ഒരു ഫേക്ക് ആയിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാവില്ല എന്നുള്ളത് ഇതിൽ മിക്കവാറും എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അത്രയും മണ്ടന്മാരായിരിക്കണം. ഈ ലീഡർമാർക്കൊക്കെ അറിയാം ഇത് ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശരിയാവാൻ പോകാത്ത ഒരു കാര്യം ശരിയാവും, നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്യണം, ന്യൂ ഇയർ വരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടാക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ട് ഇവര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇവരിത് നല്ലതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനമായിട്ടുള്ള ഈ അസറ്റ് കണ്ടുപിടിക്കലും ടെമ്പററി ഫ്രീസ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന കാര്യത്തിന് സ്റ്റേ ഓർഡർ വാങ്ങട്ടെ. അതല്ല ഹീറോയിസം അല്ലേ? പക്ഷെ അത് ഒരിക്കലും ഇവർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ബഡ്സ് ആക്ടിന്റെ നിയമം പ്രകാരമാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹൈറിച്ച് തകരാനുണ്ടായിട്ടുള്ള 10 കാരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളായിട്ടുള്ള ബഡ്സ് ആക്ട്, മണി ലോണ്ടറിങ് ആക്ട് ഇവയുടെയൊക്കെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇവരുടെയൊക്കെ ചില വീഡിയോകളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഇടൂ വളരെ ലാഭം തരാമെന്നുള്ള ഒരു കൃത്യമായിട്ട് പറയുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ്. കുഴപ്പമായി എന്ന് മനസ്സിലായപ്പോൾ ഇവര് അതിന്റെ ടോണൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. ഇത് പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് ആണ്, സാധനങ്ങൾ വാങ്ങാനുള്ള കൂപ്പണാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പണ്ടത്തെ ബോംബ് കഥ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ആയിരക്കണക്കിന് വീഡിയോകൾ. അതായത് നിങ്ങൾ പൈസ ഇടൂ, അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾക്ക് 1% നേട്ടം കിട്ടും എന്ന് പറയുന്ന വളരെയധികം ലിറ്ററേച്ചർ ഉണ്ട്. ഇതൊക്കെ എവിഡൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന മൾട്ടി പോയിന്റ് മെർക്കാൻറ്റൈൽ സിസ്റ്റം അതിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന ഈ പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി തുടങ്ങിയത് എന്നുണ്ടെങ്കിലും ഇവരുടെ ലീഡർമാരും ഇവരുടെ പ്രൊമോട്ടർമാരും ഒക്കെ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിനെ പല സ്കീമുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കാർ സ്കീം, അതായത് ഇതിൽ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ കൊണ്ട് കാർ വാങ്ങാനുള്ള EMI അടയ്ക്കാനുള്ള സംവിധാനം, അതുപോലെ ഏതോ ഒരു വീട് ഉണ്ടാക്കാനുള്ള സ്കീം, അതുപോലെ ചിട്ടി വെക്കാനുള്ളൊരു സ്കീം, അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളാക്കി കൂട്ടിയിട്ടുള്ളൊരു സ്കീം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കായിട്ടുള്ള ഫോറത്തിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരുടെ മണ്ടത്തരം. അതൊക്കെ ഒരു കാലത്ത് പിടിക്കപ്പെടുമെന്നുള്ളത് ഇവർ ആലോചിച്ചിട്ടില്ല. പൈസ വരുന്നതിൻ്റെ ഉഷാറിൽ അങ്ങ് തള്ളി മറിച്ചു. അതായത് ഒരാളെ ചേർത്തപ്പോൾ കിട്ടിയത് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 10 പേരെ കിട്ടിയപ്പോൾ 10,000 കിട്ടിയില്ലേ? ഇനി കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം കിട്ടും. കാറുകളും സ്ഥലങ്ങളും വീടുകളും ഒക്കെ വാങ്ങിയിട്ടുള്ള ധാരാളം ലീഡർമാരുണ്ട് എന്നുണ്ടെങ്കിലും ബുദ്ധി കുറച്ച് കുറവായിരുന്നു അവർക്കൊക്കെ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചെയ്യുന്ന കാര്യം തട്ടിപ്പാണെന്ന് ഒന്നുകിൽ അവർക്ക് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ അവരത് മറന്നുപോയി എന്നുള്ളതായി. മൂന്നാമത്തെ കാര്യം ഞാൻ കുറച്ച് സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാ പോൺസി സ്കീമുകളും ഒന്നല്ലെങ്കിൽ ഒരു സമയത്ത് ഫെയിലാവും. അതായത് 1 2 ആവാനും 2 4 ആവാനും 4 8 ആവാനും അങ്ങനെ പോയി ലോക ജനസംഖ്യ തന്നെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ 17 18 21 ലെവൽ കഴിഞ്ഞാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. സ്കീമുകള് ആളുകളെ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഇത് ഒരു കാലത്ത് എത്തിച്ചെന്ന് അവസാനിക്കും. എല്ലാവരും ഇതിൽ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് ചേരാൻ സാധ്യതയുള്ള എല്ലാവരും ഇതിൽ ചേർന്നിട്ടുള്ള ആൾക്കാരായി മാറും അല്ലെ? അപ്പൊ അത് വലിയൊരു ഗുലുമാലല്ലേ. മറ്റൊന്നെന്താന്ന് വെച്ചാൽ ഇതൊരു മണി ചെയിൻ തന്നെയാണ് എന്നുള്ളത് എവിഡന്റ് ആക്കുന്ന തരത്തിലുള്ള ഫ്രജൈലായിട്ടുള്ള ബിസിനസ്സാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത് ഇതുവരെയും പിടിച്ചു നിന്നത് ഇവർക്ക് താരതമ്യേന ചെറിയ രീതിയിലെങ്കിലും ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. പക്ഷെ ആ ബിസിനസ്സുകൾ താരതമ്യേന
നല്ല ഫ്രജൈലായിട്ടുള്ള പെട്ടെന്ന് തകർന്നു പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്ര ഗുണമില്ലാത്ത ബിസിനസ്സുകളാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് 1 കോടി രൂപ ഒരു മാസം ലാഭം കിട്ടുന്നത്? ഏത് HROTT, അതായത് ഇവരുടെ 1 ലക്ഷം പേര് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള HROTTയിലേക്ക് 5 ലക്ഷം രൂപ വീതമുള്ള 3 ലക്ഷം ബോണ്ടുകൾ വാങ്ങി എന്ന് പറയപ്പെടുന്നു. എത്ര കോടി രൂപയായി? 5 ലക്ഷം രൂപ വിലയുള്ള 3 ലക്ഷം ബോണ്ടുകൾ വാങ്ങിയിട്ടാണ് ഈ HROTT ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആകെ ഉപയോഗിക്കുന്ന 1 ലക്ഷം പേരും. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇതൊന്ന് ഈ ബിസിനസ് ഒന്ന് ബ്രേക്ക് ഈവൻ ആവുക? അപ്പൊ അത്രയും ഫ്രജൈലായിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവരുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇവർക്ക് പക്ഷേ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതല്ലോ, ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് മറ്റാൾക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആളുകളെയും എല്ലായ്പ്പോഴും തട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഇവർക്കും അപ്ലിക്കബിൾ ആണ്. കുറെ ആളുകളെ പറ്റിച്ചു, ആ ആളുകൾ വേറെ ആളുകളെ പറ്റിച്ചു. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ, ഇപ്പൊ ഞാനും വൈറൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനലും പിന്നെ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള മറ്റൊരു ചാനലും ഒക്കെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ചേരുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ ഒരു ചെറിയൊരു ഡൗൺഫോളിന് കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വലിയൊരു കാര്യമല്ല, എങ്കിലും കാരണമായി. അടുത്ത 2 കാര്യങ്ങൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു അക്കൗണ്ടിങ് ഫ്രോഡ് നടക്കുകയും ആ അക്കൗണ്ടിങ് ഫ്രോഡ് ഇവരുടെ മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്ത ഓഡിറ്റർ ഇവരുടെ അടുത്ത് രാജിവെക്കുകയും ചെയ്തതായിട്ട് ഒരു ഡോക്യുമെന്റ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവരുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ മോശമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നിട്ടാണ് ഇവർ ഈ പൈസ ഇത്രയും കൊടുക്കുന്നത്. ഒരു കമ്പനി ലാഭവിഹിതം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഷെയർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അത്രയും പ്രോഫിറ്റബിൾ ആണെങ്കിൽ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ ഇവന്മാര് വളരെ ചുരുങ്ങിയ ലാഭം മാത്രം കാണിച്ചിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഇത്രയും വലിയ ഒരു ടേൺ ഓവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിൽ എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ട് എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. മറ്റൊന്ന്, ഇവരുടെ HROTT, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ HROTTയിലേക്ക് വന്നിട്ടുള്ള പൈസ ഇവർ വളരെ വലിയ രീതിയിൽ പ്രോഫിറ്റ് ഷെയർ ഒക്കെ ആയിട്ട് കൊടുത്തു. കുറേ കാര്യങ്ങൾ ഇവരുടെ ഷോകൾക്കായിട്ട് സ്പ്ലർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കിട്ടാനും സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ ചെറിയ മലയാളം ഇൻഡസ്ട്രീനെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇതിപ്പോ പൊളിഞ്ഞിട്ടില്ല എന്നാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും വലിയൊരു ലാഭവിഹിതം കൊടുക്കേണ്ടതുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻഷോട്ട് കണ്ടത് 78,000 രൂപയോ മറ്റോ HROTTയുടെ ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ആയിട്ട് വന്നു എന്നതാണ്. പക്ഷെ പ്രോഫിറ്റ് വന്നു വരുന്ന വാലറ്റിലേക്കാണ്, അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എങ്കിലും അത്രയും വലിയൊരു പ്രോഫിറ്റ് ഷെയർ ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ HRCCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളും ഇവര് ഒരു ടോക്കൺ എന്നുള്ള രീതിയിൽ ഇറക്കിയിട്ടുള്ള HRCC ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലൊന്നും എക്സ്ചേഞ്ചുകൾ ഏറ്റെടുക്കുകയോ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിമാൻഡ് സൃഷ്ടിക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതും ഈ HRCCയെ USDT ആക്കി കൺവേർട്ട് ചെയ്ത് ഇവിടെ നിന്നുള്ള പൈസയെ മറ്റെവിടേക്കോ മാറ്റാനുള്ള ഒരു മറ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം 2023 നവംബർ അവസാന ആഴ്ചയും 2023 ഡിസംബർ ആദ്യത്തെ ആഴ്ചയും വളരെ വലിയ ട്രാൻസാക്ഷൻസ് ഇതിനുള്ളിൽ നടക്കുകയും HRCCയെ USDT ആക്കി മാറ്റുകയും ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കോമ്പീറ്റന്റ് അതോറിറ്റികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ തുടർന്നും ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വളരെ സാധ്യത കുറവാണ്. എങ്കിലും പോന്നാൽ തന്നെയും അടുത്ത കാര്യങ്ങൾ പിടിവീഴുമെന്നുള്ളത് 100% ഉറപ്പ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന പോൺസി സ്കീം പ്രൊമോട്ടിംഗ് കമ്പനി പൊളിയാനുള്ള കാരണങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഇതൊക്കെ പറഞ്ഞാലും അവസാനം പറയാൻ ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, അവളെ പറ്റി ആർക്കും കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ്. കംപ്ലൈന്റ് ഉള്ള ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, അവര് സ്റ്റേഷനിൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തു. അതിനെ സംബന്ധിച്ചുള്ള കേസാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇതിനെ തുടർന്ന് പല ജില്ലകളിലായിട്ട് 100ഓളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് ആൾക്കാരും പറ്റിച്ചിട്ടില്ല, ആർക്കും എതിർപ്പില്ല എന്നുള്ള ന്യായത്തിന് ഇതില്ല. പിന്നെ ഇതില്
മീശമാധവനില് ദിലീപിന്റെ ക്യാരക്ടർ പറയുന്ന പോലെയാണ്, മാധവൻ കള്ളനാ എന്നാലും മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഈ കട്ട ആൾക്കാരൊക്കെ ഈ സംഭവം ഒരു കളവാണ് എന്നുണ്ടെങ്കിലും ഈ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയിട്ടാണ് ഉള്ളത്. ഒന്നും വേറെ ആളുകൾക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മാനേജ്മെന്റ് ഒക്കെ എവിടേക്കെങ്കിലും കാര്യമായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടാവണം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഭാവിയിലും ആരെങ്കിലും നിങ്ങളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നാൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ആളെ ചേർത്തുകൊണ്ട് പണം ഇട്ടുകൊണ്ട് ആളെ ചേർത്താനുള്ള പദ്ധതിയാണെന്നുണ്ടെങ്കിൽ 10,000-ൽ ഒരാൾക്കാണ് നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുക. 10,000-ൽ ഒരു 99 പേർക്ക് താരതമ്യേന ലാഭം ഉണ്ടാവും. 10,000-ൽ ഒരു 500 പേർക്ക് ലാഭവും നഷ്ടവും ഇല്ല, എന്നാൽ ചെറിയ രീതിയിലുള്ള ലാഭം ഉണ്ടാവും. ബാക്കി 9,400 പേർക്കും നഷ്ടം തന്നെയാണ് ഉണ്ടാവുക. ആ കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. 10,000-ൽ 9,400 പേരും തോൽക്കുന്ന കളിക്കാണ് ഈ പോൺസി സ്കീമുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോൺസി സ്കീമുകൾ നിങ്ങളെ എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇവരുടെ ജപ്തി നടപടികളിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലാ കളക്ടർ വകുപ്പ് മേധാവികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അസറ്റ്സിന്റെ അസസ്മെന്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങൾ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം. എന്തായാലും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. പൈസ നമ്മൾ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ട് അത് തിരികെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഒരു ചെറിയ സംശയദൃഷ്ടിയോടുകൂടി കാണുക എന്നുള്ളത് നമ്മളെ ഒരു ഫിനാൻഷ്യലി ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകൾ വേണമെങ്കിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം. ഈ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.